അല്ലെന്നേ, കായംകുളത്തുനിന്ന് റായ്പൂരിലോട്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അതായത് അത്തരം വ്യാജ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ കലിംഗ ഒരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ല, സ്റ്റേറ്റ് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി പെടുന്നത്. അപ്പോൾ അതിൽ നമുക്കത് എന്തായാലും പരിശോധിക്കണം. ഇനി അഥവാ സർട്ടിഫിക്കറ്റ് കലിംഗ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ വി വിൽ ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് UGC. അല്ല, കലിംഗ അറിയണമല്ലോ. അറ്റൻഡൻസ് ഇല്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ കൊടുത്തു? 75% അറ്റൻഡൻസ് ഞങ്ങളുടെ ഉണ്ട്. പിന്നെ ആ കുട്ടിയുടെ 25% ഉള്ളൂ. കായംകുളം മറ്റേ റായ്പൂർ ഫ്ലൈറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോ പ്രൈമ ഫേസിയ പറയുകയാണ് കാര്യങ്ങൾ. യൂണിവേഴ്സിറ്റിയുടെ ഇമേജ് ഒരു കാരണവശാലും ചീത്തയാവാൻ സമ്മതിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒറ്റപ്പെട്ട ആളുകൾ വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റുന്നതല്ല. ദാറ്റ് ഈസ് എ സ്ട്രോങ് മെസ്സേജ് ആണ്. ഒരുപക്ഷെ ഈ കത്തിന്റെ കോപ്പി UGCക്ക് വയ്ക്കും. സൈമൾട്ടേനിയസ്ലി വി വിൽ ബി ആസ്കിങ് കലിംഗ ഓൾസോ. നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടി, ഞാനൊരു ടീച്ചറാണല്ലോ, ഞാൻ പഠിപ്പിച്ച കുട്ടി തോറ്റു കഴിഞ്ഞിട്ട് അവൻ പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോമൺ സെൻസ് ഇല്ല. നീ എങ്ങനെയാ ജയിച്ചതെന്ന് ചോദിക്കുമല്ലോ. ആ ഒരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഞാൻ 25 വർഷം അധ്യാപകനാണ്. എന്റെ ഒരുപാട് കുട്ടികൾ തോറ്റിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് പറയും, സാർ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞാൽ ഞാനറിയാതെ നീ എങ്ങനെ ജയിച്ചെന്ന് എനിക്ക് ചോദിക്കാമല്ലോ. നിഖിൽ തോമസിന്റെ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കണ്ടെടുത്ത് അന്വേഷണ സംഘം. നിഖിലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്ന വ്യാജ മാർക്ക് ലിസ്റ്റും കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ നിർണായക രേഖകളാണ് കണ്ടെടുത്തത്. പ്രതിക്ക് പെട്ടെന്ന് ഒളിവിൽ പോകേണ്ടി വന്നതിനാലാണ് രേഖ കണ്ടെത്താനായത്. CPM ജില്ലാ കമ്മിറ്റി ഡിഗ്രി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തുല്യതാ സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിഖിൽ കൊടുത്തത്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ SFI പുറത്താക്കിയ നിഖിൽ തോമസ് പിടിയിൽ. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നിഖിലിനെ പോലീസ് പിടികൂടിയത്. KSRTC ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനിടയിലാണ് കസ്റ്റഡിയിലെടുത്തത്. വൈകിട്ട് മുതൽ തന്നെ പോലീസിന് മുന്നിൽ കീഴടങ്ങുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച ബിരുദ സർട്ടിഫിക്കറ്റ് കേസ് പ്രതിയായ നിഖിൽ തോമസ് ഒളിവിലായി 5 ദിവസം കഴിഞ്ഞായിരുന്നു പിടിയിലാകുന്നത്. കീഴടങ്ങാൻ നിഖിലിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തീർച്ചയായിട്ടും ഇത് പൊതുജനത്തിന്, സാധാരണ ജനത്തിന് അത്ര വിശ്വാസം പോരാത്ത ചില കാര്യങ്ങളാണ് ഈ ഒളിവിലാവുക. SFI നേതാവ് ഒളിവിലാവുക, 5 ദിവസത്തിന് ശേഷം വളരെ നാടകീയമായി പിടികൂടുക. കഴിഞ്ഞ ദിവസം വിദ്യയുടെ അറസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലെ ഒരു ഏജൻസിയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നതെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി ഇപ്പം നിഖിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ 2 ലക്ഷം രൂപ ചെലവിട്ടാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റു പലർക്കും ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അബിൻസി രാജിനെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നതൊക്കെ വളരെ പ്രധാനമാണ് ഈ കേസിൽ. പുതിയ വഴിത്തിരിവുകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയിലേക്കാണ്. നിഖിൽ തോമസ് മാത്രമാണോ ഇത്തരത്തിൽ പണം ഉപയോഗിച്ച് കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയതെന്ന് തുടരന്വേഷണത്തിൽ വ്യക്തമാകും. ഇതിനിടയിൽ എറണാകുളത്തുള്ള ഒറിയോൺ എന്ന റിക്രൂട്ടിംഗ് ഏജൻസി വഴി കലിംഗ സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച അബിൻസി രാജിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസും ഇറക്കിയിട്ടുണ്ട്. ഇനിയും തുടരന്വേഷണം നടക്കുമ്പോൾ നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരാനുള്ളത്. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം ഒരു ഉപദേശവും ഇവർ നൽകി പോരുന്നു. ഒരിക്കലും ഈ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിനായി ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ഇവർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൗജന്യ ഉപദേശം. നേതാവ് നിഖിൽ തോമസ് കലിംഗ സർവകലാശാലയിൽ പഠിച്ചിട്ടില്ല എന്ന് സർവകലാശാലയിലെ രജിസ്ട്രാർ മനോരമ ന്യൂസിനോട്. സർവകലാശാല രേഖകളിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ പേരില്ല എന്ന് സന്ദീപ് ഗാന്ധി പറഞ്ഞു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിക്ക് സർവകലാശാല നീക്കം തുടങ്ങി. സർവകലാശാല നിയമവിഭാഗത്തിന് അതിനുള്ള നിർദ്ദേശം നൽകി. കേരള സർവകലാശാല ബന്ധപ്പെട്ടാൽ മറുപടി നൽകുമെന്നും കലിംഗ സർവകലാശാല വ്യക്തമാക്കി. There is some person claiming to be our student. His name is Nikhil Thomas. But we do not have any such student. We have checked our records and we have forwarded that video clip to our legal team to take appropriate legal action against that particular person. Till now, no official communication has reached us from any place. So in case we have not even seen the document which that particular person is claiming. As and when we receive any communication, we will send an appropriate reply to the Honorable Vice Chancellor also. അതിനിടെ നിഖിൽ കലിംഗ സർവകലാശാലയിൽ പഠിച്ചതിന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് SFI പുറത്തുവിട്ടു. നിഖിൽ തോമസിന്റെ ബികോം സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കലിംഗ സർവകലാശാല കേരള സർവകലാശാല രജിസ്ട്രാറെ അറിയിച്ചു. രേഖാമൂലം മറുപടി ലഭിച്ചതിന് പിന്നാലെ നിഖിൽ തോമസിന്റെ MCOM രജിസ്ട്രേഷൻ കേരള സർവകലാശാല റദ്ദാക്കി.
ഒപ്പം നിഖിൽ ഹാജരാക്കിയ കലിംഗ സർവകലാശാലയുടെ ബികോം സർട്ടിഫിക്കറ്റിന് കേരള സർവകലാശാല നൽകിയ തുല്യതയും പിൻവലിച്ചു. ക്രിമിനൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കലിംഗ സർവകലാശാലയുടെ വിശദീകരണവും രേഖകളും പോലീസിന് കൈമാറാൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകി. നിഖിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സിലബസ് എല്ലാം വ്യാജമെന്നാണ് കലിംഗ വ്യക്തമാക്കിയത്. അതിനാൽ ഉചിതമായ നിയമ നടപടിയെടുക്കണമെന്ന് കേരള സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി MCOM പ്രവേശനം നൽകിയതിൽ വിശദീകരണം നൽകാൻ വൈകിയതിൽ MSM കോളേജിനെതിരെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തുറന്നടിച്ചു. ഇങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് കേരളത്തിലെ ജയിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. ഒരാളെയും അനുവദിക്കില്ല, ഒരു തരത്തിലും അനുവദിക്കില്ല. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, നിഖിൽ തോമസ് ക്രമക്കേട് കാട്ടിയാണ് പ്രവേശനം നേടിയതെന്ന്, ഇങ്ങനെ ഒരു വിദ്യാർത്ഥി പഠിച്ചിട്ടേയില്ല എന്ന് ഛത്തീസ്ഗഡിലെ കലിംഗ സർവകലാശാല വ്യക്തമാക്കി. റായ്പൂരിലെ കലിംഗ സർവകലാശാലയിൽ പഠിച്ചെന്നും ഫസ്റ്റ് ക്ലാസോടെ ബിരുദം നേടിയെന്നുമായിരുന്നു അവകാശവാദം. സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ഒറിജിനലാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ SFIക്ക് ഇനി എന്ത് ന്യായമാകും ബാക്കി ഉണ്ടാവുക? അയാൾ ഒരു കാരണവശാലും ഛത്തീസ്ഗഡിൽ പോയി വീണ്ടും ഒരു ഡിഗ്രി എടുക്കില്ല എന്ന് ഉറപ്പിക്കാമല്ലോ ആ ഘട്ടത്തിൽ തന്നെ. എന്നിട്ടും എങ്ങാനും ഇത് ഒറിജിനൽ ആയാലോ എന്ന സംശയം പോലും വരേണ്ടാത്തതാണ്. അതേ സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചുകൊണ്ട് സഖാവ് ആർഷോ ഏട്ടായിയും സഖാവ് കലിംഗ നിഖിലും തമ്മിലുള്ള അപൂർവമായ ഹൃദയബന്ധത്തിന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ആരും ആർഷോ ഏട്ടായിയെ കളിയാക്കരുത്, കേസെടുക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അടിമുടി മാറി, സർവകലാശാലകൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ട് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മികച്ചത് എന്ന് അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സെൽഫികളുടെ കാലഘട്ടം, സെൽഫികളുടെ കാലഘട്ടം, സ്വാർത്ഥതയുടെ കാലഘട്ടം. ഇതാണ് SFIയുടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഏരിയ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോ കലിംഗ നിഖിലായി അറിയപ്പെടുന്ന നിഖിൽ തോമസ്. നിശബ്ദമാകുന്ന യൗവനങ്ങളുടെ കാലഘട്ടം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. കേരള സർവകലാശാലയിൽ മൂപ്പര് BCom പഠിച്ച് ഭയങ്കര റിസൾട്ട്, പരീക്ഷ തോറ്റു, അത് വേറെ വിഷയം. നിസ്സംഗതയുടെ കാലഘട്ടം. SFI നേതാവ് നിഖിൽ തോമസ് കായംകുളം MSM കോളേജിൽ MCOM പ്രവേശനത്തിന് ഹാജരാക്കിയ കലിംഗ സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജം. ഈ വിവരം ആർഷോ ഏട്ടായിന്റെ കാതിലെത്തി. ഏട്ടായി വന്ന്, ഏട്ടായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതും. അതെന്താ ഏട്ടായി അങ്ങനെ ഒരു മനസ്സിലാക്കല്? ആള് ഈ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു, അവിടെ പരീക്ഷ എഴുതിയിരുന്നു, അവിടെ നിന്ന് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ്, കോഴ്സ് പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെങ്കിലും ഏട്ടായിന്റെ നേതൃത്വത്തിൽ ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങളത് വാങ്ങും, പരിശോധിക്കും. ഏട്ടായി കലിംഗ നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച? ആ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡോക്യുമെന്റ്സും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളത് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വ്യാജാണോ ഏട്ടായി? മുഴുവൻ ഡോക്യുമെന്റുകളും ഒറിജിനൽ ആണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏട്ടായി എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയോ? ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല, ഒരു സാങ്കേതിക പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ എന്തിനാണ് തയ്യാറാവേണ്ട ചേട്ടായി? അത് വ്യാജ ഡിഗ്രി അല്ല എന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഉച്ചക്ക് 1 മണി വാർത്തന്റെ സമയമായി. ഡിഗ്രി വിവാദത്തിൽ നിഖിൽ തോമസിന് പൂർണ്ണ പിന്തുണയുമായി SFI. ഏട്ടായി കലിംഗ നിഖിലിനെ SFIന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിനോ? SFI ജില്ലാ കമ്മിറ്റിക്കകത്ത് ആളെ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് ഒഴിച്ചിട്ടുണ്ടാ? ഞങ്ങൾ അവിടെ ഒരു ഒഴിവിട്ടിട്ടുണ്ട്. ആദിപുരുഷ സിനിമ ഇറങ്ങുന്ന തിയേറ്ററിൽ ഹനുമാനെ ഒരു സീറ്റ് ഒഴിച്ചു വെക്കാൻ പറഞ്ഞതുപോലെ ഇവിടെ കലിംഗ നിഖിലേട്ടായിക്ക് വേണ്ടിയിട്ട് SFI ഒരു സീറ്റ് ഒഴിച്ചു. ഞങ്ങൾ പരിശോധിച്ചു, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജല്ല, ഒറിജിനലാണ്. ഏട്ടായി ഞങ്ങൾ നിങ്ങളമായിരിക്കും വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തേലും പറയല്ല ചെയ്യാം. ഞങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് തന്നെ ഞങ്ങൾ വർത്താനം പറയുള്ളൂ. അങ്ങനെ ഉച്ചക്കൊരു 3 മണി 3:30 3:45 ആവുമ്പോ യഥാർത്ഥത്തിൽ മറുപടി പറയണ്ട, ഇത് പരിശോധിക്കണ്ട, കേരള സർവകലാശാലേന്റെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാറ്
വന്ന്. അദ്ദേഹം കലിംഗയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ? ഏട്ടായി റെഗുലർ കോഴ്സാണ് ഇയാൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. റെഗുലറായി പഠിച്ചതിന്റെ ഡീറ്റെയിൽസ് കേൾക്കണല്ലോ. കേട്ടോ, 2017-20 ആണ് അദ്ദേഹം നമ്മുടെ ഇവിടെ പഠിച്ചത്. നമ്മുടെ സ്റ്റുഡൻ്റാണ്. വി ആർ പ്രൗഡ് അബൌട്ട് ഇറ്റ്. അതെന്താ സാറേ അങ്ങനെ ഒരു ടോക്ക്? അതേസമയം കലിംഗയിൽ പഠിച്ചതും 2017-20 ആണ്. ഒരേ വർഷം 2 സംസ്ഥാനങ്ങളിലെ 2 സർവകലാശാലകളിൽ പഠിച്ച് കലിംഗ നിഖിൽ മാതൃകയായി. 2021 കലിംഗയിൽ പാസ് ഔട്ട് ആയിട്ടുള്ളത്. ഞങ്ങളുടെ റെക്കോർഡുകൾ അനുസരിച്ചിട്ട് കുട്ടി ഇവിടെയാണല്ലോ പഠിച്ചിട്ടുള്ളത്. ഏട്ടായി 2 സ്ഥലത്തും ഒരേ സമയത്താണോ പഠിച്ചത്, അല്ലെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടാണോ മറ്റേ പഠിച്ചത്? അല്ലല്ല, ക്യാൻസൽ ചെയ്തതിന് ശേഷമല്ല, രണ്ടും ഒരേ സമയത്തുണ്ടായിരുന്നു. അപ്പൊ രാവിലെ റായ്പൂർ പോയി ക്ലാസ് എടുത്തിട്ട് വൈകിട്ട് ഇവിടെ വന്ന് കായംകുളത്ത് വരാൻ, കായംകുളം റായ്പൂർ ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ഈ പണി നിർത്തേണ്ടി വരുന്ന തോന്നുന്നു കേട്ടോ. കോഫി ഏട്ടായി, ഈ അറ്റൻഡൻസ് സംബന്ധിച്ച് UGCന്റെ റൂൾ ഒന്ന് പറഞ്ഞു തരുമോ ഏട്ടായി? കേരളത്തിലൊരു സർവകലാശാലയിലും മതിയായ അറ്റൻഡൻസ് ഇല്ലാതെ UGCയും സർവകലാശാലയും നിഷ്കർഷിക്കുന്ന മാനദണ്ഡം പാലിക്കാതെ ഒരു വിദ്യാർത്ഥിക്കും അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കാനും കഴിയില്ല, കോഴ്സ് പൂർത്തീകരിക്കാനും കഴിയില്ല. ശരിയാണത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നുമല്ലോ, കേരള യൂണിവേഴ്സിറ്റിയിൽ കലിംഗ നിഖിലിന് എത്ര അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ളത്. 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഏട്ടായി. പിന്നെ അയാളുടെ കയ്യിൽ 25% ഉള്ളൂ. അപ്പൊ ഛത്തീസ്ഗഡിൽ 25% മതിയോ? പോരാ. UGC നിയമം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷെ കലിംഗ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കണം. സന്ദീപ് ഗാന്ധി കലിംഗ സർവകലാശാലയുടെ രജിസ്ട്രാർ ആണ്. മൂപ്പരെ ഫോണിൽ വിളിച്ച്, Format is like our document only, but we don't have any record of that document in our database. അങ്ങനൊരു നിഖിൽ അവിടെ പഠിച്ചിട്ടേ ഇല്ല എന്ന് രജിസ്ട്രാർ. അപ്പൊ മൂപ്പര് പഠിച്ചത് വേറെ ഏതോ കലിംഗിലാണ്. കലിംഗ സർവകലാശാലയുടെയും കേരളയുടെയും വിശദീകരണം വന്നതോടെ ഡിഗ്രി വിവാദത്തിൽ നിഖിൽ തോമസിനെ പിന്തുണച്ച SFI നേതൃത്വം വെട്ടിലായി. ഏട്ടായി, ഇത് പോയി എത്തി നിൽക്കുന്നത് അതിഭീകരമായിട്ടുള്ള വലിയ മാഫിയ സംഘങ്ങളുമായിട്ട്, ഈ നിലയിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മാഫിയ സംഘങ്ങളിലേക്കാണ്. ഏട്ടായി, ചായ നിഖിൽ ആ മാഫിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഏട്ടായി, നിങ്ങൾ നേരത്തെ കലിംഗ നിഖിലേട്ടൻ പാവാന്നെന്ന് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടിട്ടായിരുന്നല്ലോ അല്ലേ? അല്ല, കോഴ്സ് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. പക്ഷെ ഏട്ടായി രാവിലെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. ഞങ്ങൾ നിങ്ങളമായിരിക്കും വെറുതെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തേലും പറയല്ല ചെയ്യാ. ഞങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് എടുത്തു വെച്ചിട്ട് തന്നെ ഞങ്ങൾ വർത്താനം പറയുള്ളൂ. ആർഷോ ഏട്ടായി മിണ്ടാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്തേണ്ട പരിശോധനകൾ, ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കൊടുക്കേണ്ട വിദ്യാഭ്യാസം അസലായി മിണ്ടുന്നുണ്ട്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത്, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട സംഘടനാ പ്രവർത്തനമൊക്കെ ഞങ്ങൾ നല്ല വെട്ടിപ്പില് ചെയ്തു പോകുന്നുണ്ട്. ആർഷോ ഏട്ടായിന കലിംഗ നിഖില് പറ്റിച്ച്. അപ്പൊ നിങ്ങളിത് വിട്ടാലും ഞങ്ങളിത് വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കുന്ന എന്താ, ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ചേർന്നിട്ടാന്നല്ലേ? അല്ല 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 ഇനിയാണ് ട്വിസ്റ്റ്. ഏട്ടായി, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയം, ഈ വിഷയം ഞങ്ങളാണ് ആദ്യം ഉന്നയിക്കുന്നത്. ഏട്ടായി, വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ പോയ നിഖിൽ തോമസിനായി തെരച്ചിൽ. മറ്റൊരു പഠനവും പോരാട്ടവുമായിട്ട് പിന്നെ കാണാം. അപ്പൊ ശരി. അല്ല അല്ലല്ല അല്ല അല്ലല്ലല്ലല്ലല്ല ആലപ്പുഴ DC ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ കായംകുളം CPMന്റെ കായംകുളം ഏരിയ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ വിഷയം ഇന്ന് ഈ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ശരണ്യ, നിഖിൽ അവിടെ ആ സമയത്ത് ചെന്നിട്ടേ ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെയോ അതിനകത്ത് കൂടുതലായി നിഖിലിന് മറക്കാനുണ്ട് എന്നുള്ള കായംകുളം മാർക്കറ്റ് റോഡിൽ വീട്ടിലെത്തി പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ആ തെളിവെടുപ്പും അതിന്റെ ഭാഗമായി നടത്തി. ഈ തെളിവെടുപ്പിനിടയിലാണ് കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും ഒപ്പം തന്നെ മാർക്ക് ലിസ്റ്റും കിട്ടിയിട്ടുള്ളത്. ഒളിവിൽ പോകുന്ന തിരക്കിനിടയിൽ അത്
മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിനോട് ഇപ്പോൾ നിഖിൽ നൽകിയിരിക്കുന്ന മൊഴി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിഖിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം പുറത്തു വരുന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുകയും ഒപ്പം തന്നെ SFIക്കുള്ളിൽ ഇത് ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തതോടെ സംഘടനാ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസ് പിടിയിലായി. നിഖിലിനെ പിടികൂടിയത് കോട്ടയത്ത് നിന്നാണ്. കായംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് നിഖിലിനെ പിടികൂടിയത്. കേസെടുത്തത് മുതൽ ഒളിവിൽ കഴിയുകയായിരുന്നു നിഖിൽ. ജില്ലാ പോലീസ് മേധാവി രാവിലെ നിഖിലിനെ ചോദ്യം ചെയ്യും. ബിനോയ് രാജ്യൻ വിശദാംശങ്ങൾ ചേരുകയാണ്. ബിനോയ്, അർദ്ധരാത്രിയിൽ മനോരമ ന്യൂസിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിഞ്ഞത്. ഇപ്പോൾ നിഖിലിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ തുടങ്ങുക?